നമസ്കാരം. കൽദായ് വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ സിൻസി. പ്രധാന വാർത്തകൾ. പരിശുദ്ധ മാറന്മാർ ആവാ മൂന്നാമൻ കാത്തോലിക്കോസ് പാത്രിയാർക്കീസ് തിരുമേനിയെ 2025 സെപ്റ്റംബർ 29 തിങ്കളാഴ്ച ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ പ്രസിഡന്റ് തന്റെ ഔദ്യോഗിക വസതിയിൽ സ്വീകരിച്ചു. നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദ പള്ളിയിൽ ഹൃദയപൂർവ്വം വിധവ വിഭാര്യ അവിവാഹിത സംഗമം നടത്തി. മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ബാംഗ്ലൂർ മാർ തിമോത്തിയോസ് പള്ളി മെൻസ് അസോസിയേഷൻ അലംബ ചാരിറ്റബിൾ ട്രസ്റ്റ് സന്ദർശനം നടത്തി. കാട്ടിലച്ചൻ പാറയിലെ കുരിശുതറയിൽ ആരാധന നടന്നു. കുരുളച്ചൻ കലാമേള സമാപിച്ചു. വാർത്തകൾ വിശദമായി. പരിശുദ്ധ മാറന്മാർ ആവാ മൂന്നാമൻ കാത്തോലിക്കോസ് പാത്രിയാർക്കീസ് തിരുമേനിയെ 2025 സെപ്റ്റംബർ 29 തിങ്കളാഴ്ച ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ പ്രസിഡന്റ് തന്റെ ഔദ്യോഗിക വസതിയിൽ സ്വീകരിച്ചു. അഭിവന്യമാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയും മാർ അപ്രീം അഥാനിയേൽ, മാർ നർസൈ ബെഞ്ചമിൻ, മാർ പൗലോസ് ബെഞ്ചമിൻ, മാർ അബ്രീസ് യുഹന്നാൻ, മാർ ബെഞ്ചമിൻ ആലിയ, മാർ എല്ലാം യുഖാനീസ്, മാർ ഏലിയ ഐസക് എന്നീ തിരുമേനിമാരും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. 3 ദിവസങ്ങളായി അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എർബിലിൽ സംഘടിപ്പിച്ച നിക്യ സുനഹാദോസിന്റെ 1700 വാർഷികത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തെക്കുറിച്ച് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വിശദീകരിച്ചു. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലും ലോകമെമ്പാടുമുള്ള കിഴക്കൻ അസീറിയൻ സഭയുടെയും അതിന്റെ വിശ്വാസികളുടെയും അവസ്ഥയെക്കുറിച്ച് പങ്കെടുത്തവർ ചർച്ച ചെയ്തു. എർബിലിലെ അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ പ്രസിഡന്റ് സന്തോഷം പ്രകടിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള അസീറിയൻ സഭയ്ക്ക് ഒരു കേന്ദ്ര ബിന്ദുവായി മാറുന്ന എർബിലിലേക്ക് പാത്രിയാർക്ക സിംഹാസനത്തിന്റെ തിരിച്ചുവരവിന് പ്രസിഡന്റ് നന്ദി പറഞ്ഞു. മാർ എസ്തപ്പാനോസ് സഹദ പള്ളിയുടെ നവതിയോടനുബന്ധിച്ച് മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ വിധവ വിഭാര്യ അവിവാഹിത സംഗമം നടത്തി. അഭിവന്യമാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത തിരുമേനി ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റവറന്റ് ഫാദർ മൈക്കിൾ പി വള്ളോന്തറ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അബി ജെ പൊന്മണിശ്ശേരി, റവറന്റ് ഫാദർ വി വി ജോസഫ്, സീനിയർ വൈദികൻ റവറന്റ് ഫാദർ എ സി അന്തോണി കശീശ, സഹവികാരി റവറന്റ് ഫാദർ എം ടി അബി, ഇടവക കൈക്കാരൻ തിമോത്തി വടക്കൻ, കേന്ദ്ര ട്രസ്റ്റി വൈസ് ചെയർമാൻ ഗിഫ്റ്റൻ കെ ജോസഫ്, കേന്ദ്ര മഹിളാ സമാജം സെക്രട്ടറി മേരി പോൾ, ഇടവക മഹിളാ സമാജം സെക്രട്ടറി ഹെലൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കുടുംബ ബന്ധത്തിന്റെ അകലം ഇല്ലാതാകുമ്പോൾ മാത്രമാണ് ഇമ്പമുള്ള കുടുംബങ്ങൾ പൊതുസമൂഹത്തിന് മാതൃകയാകുന്നത്. പുത്രീപുത്രന്മാരുടെ പഠന കാലഘട്ടത്തിൽ പ്രവർത്തന ശൈലികളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മാതാപിതാക്കൾക്ക് അവബോധം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മക്കളുടെ ഭാവി ശോഭനവും സുരക്ഷിതത്വവും ആകുന്നുള്ളൂ എന്നും DIG S ഹരിശങ്കർ IPS ഉദ്ബോധിപ്പിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെൻസ് അസോസിയേഷന്റെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കുവാൻ കുടുംബ കൂട്ടായ്മയിലൂടെ ജാഗ്രത പുലർത്തണമെന്നും DIG ഹരിശങ്കർ തുടർന്ന് പറഞ്ഞു. സമാപന സമ്മേളനം ഡോക്ടർ മാർ യോഹന്നാൻ യോസിഫ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റെവറന്റ് സിൻഡോ ജോസ് കശീശ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് റെവറന്റ് സണ്ണിയസ് കുള കശീശയെയും മുൻ ജനറൽ സെക്രട്ടറിമാരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. രാവിലത്തെ സെക്ഷനിൽ അംഗങ്ങൾക്കായി റീമ ജോസഫ് നയിച്ച മോട്ടിവേഷൻ ക്ലാസും ഉച്ചയ്ക്ക് ശേഷം മെൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ ഭക്തിഗാന മത്സരവും കലാകായിക മത്സരങ്ങളും ഉണ്ടായിരുന്നു. മത്സര വിജയികൾക്ക് ഡോക്ടർ മാർ യോഹന്നാൻ യോസിഫ് എപ്പിസ്കോപ്പ സമ്മാനദാനം നിർവഹിച്ചു. ബാംഗ്ലൂർ മാർ തിമോത്തിയോസ് പള്ളി മെൻസ് അസോസിയേഷനും ഇടവക അംഗങ്ങളും ചേർന്ന് സെപ്റ്റംബർ 28 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അലംബ ചാരിറ്റബിൾ ട്രസ്റ്റ് സന്ദർശിച്ചു. ഈ സന്ദർശനം മൂലം അലംബ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും MTC ബാംഗ്ലൂർ പള്ളിയുടെ ഭാഗത്ത് നിന്ന് പിന്തുണ നൽകുന്നതിനും സഹായിച്ചു. സാമൂഹിക ഉത്തരവാദിത്വം സർക്കാരിനൊതുങ്ങുന്നതല്ലെന്നും ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണെന്നും ഇവർ വിശ്വസിക്കുന്നു. കാട്ടിലച്ചൻ പാറയിലെ കുരിശുതറയിൽ ആരാധന നടന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാട്ടിലച്ചൻ പാറയിലെ കുരിശുതറയിൽ 28/9/2025 ഉച്ചതിരിഞ്ഞ് 3:30 സ്ലീവാരാധന വികാരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. 3 മണിക്ക് മരോട്ടിച്ചാൽ പള്ളിയിൽ നിന്ന് വാഹനങ്ങളിൽ പുറപ്പെട്ട യാത്ര 3:15 കുരിശുതറയിൽ എത്തിച്ചേരുകയും തുടർന്ന് ആരാധന ആരംഭിക്കുകയും ചെയ്തു. വികാരി ജനറൽ, വന്യവൈദികർ, കന്യാസ്ത്രീമാർ, ട്രസ്റ്റി അംഗങ്ങൾ, സഭയിലെ കേന്ദ്ര സംഘടനാ ഭാരവാഹികൾ,
സഭയിലെ വിവിധ ഇടവകയിലെ അംഗങ്ങൾ, ഇടവക സംഘടനകൾ, കേന്ദ്ര സംഘടനാ അംഗങ്ങൾ, പ്രദേശവാസികൾ എന്നിവരുടെ സാന്നിധ്യം ആരാധന കൂടുതൽ ആത്മീയ അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്ന് വികാരി അഭിപ്രായപ്പെട്ടു. മാസത്തിലെ എല്ലാ 4ാം ഞായറാഴ്ചയിലും ഉച്ചയ്ക്ക് 3:30 ആരാധന ഉണ്ടാകുമെന്ന് വികാരി കൂട്ടിച്ചേർത്തു. ആരാധനയ്ക്ക് ശേഷം വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അബിജെ പൊന്മണിശ്ശേരി എന്നിവർ സംസാരിച്ചു. ആരാധനയ്ക്ക് ശേഷം മരിച്ചുപോയ ഇ.എ. പോൾ കശീശ ഏകാന്ത പ്രാർത്ഥനയ്ക്കിരുന്ന ഗുഹയും വിശ്രമിച്ചിരുന്ന പാറയും മരോട്ടിച്ചാൽ പ്രകൃതിയുടെ സൗന്ദര്യവും ജനങ്ങളിൽ പുത്തനുണർവ് നൽകുന്നവയായിരുന്നു. ഫാദർ ഡേവിഡ് കെ ജോൺ കശീശയ്ക്ക് യാത്രയയപ്പ്. മാർ മത്തായി ശ്ലീഹ പള്ളി മരോട്ടിച്ചാൽ മുൻ വികാരി ഫാദർ ഡേവിഡ് കെ ജോൺ കശീശയ്ക്ക് 28/9/2025 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യാത്രയയപ്പ് നൽകി അനുമോദിച്ചു. പാരിഷ് കൗൺസിൽ, വിവിധ ഇടവക സംഘടനാ ഭാരവാഹികൾ ആശംസകൾ നേർന്നു. 43ാമത് കുരുളേച്ചൻ കലാമേള സംഘടിപ്പിച്ചു. 43ാമത് കുരുളേച്ചൻ കലാമേള 2025 ഒക്ടോബർ 1 രാവിലെ മാർ അപ്രീം സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി ഫാദർ ടിൻഡോ കെ തിമോത്തി സൺഡേ സ്കൂൾ പതാക ഉയർത്തി കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അബിജെ പൊന്മണിശ്ശേരി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കലാമേളയിൽ 78 പോയിന്റുകളോടെ പറവട്ടാനി മാർ അദായി ശ്ലീഹ പള്ളി 1ാം സ്ഥാനവും 71 പോയിന്റുകളോടെ നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദ പള്ളി 2ാം സ്ഥാനവും 48 പോയിന്റുകളോടെ കിഴക്കേക്കൊട്ടം മാർ യോഹന്നാൻ മാംദാനപ്പള്ളി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സ്റ്റേജ് ഇനങ്ങളും ഓഫ് സ്റ്റേജ് ഇനങ്ങളുമായി 3 ദിവസങ്ങളായി സംഘടിപ്പിച്ച ഈ കലാമേളയിൽ സഭയുടെ വിവിധ ഇടവകളിൽ നിന്നുള്ള കുട്ടികൾ മാറ്റുരച്ചു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. ആഴ്ചതോറുമുള്ള അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.